Hey, what's up YouTube? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം റിയലി സോറി ഗൈസ്. ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ട്. കുറച്ച് വർക്കും അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് ഇച്ചിരി തിരക്കായി പോയി. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡിങ് ലേറ്റ് ആയത്. ഐ ആം റിയലി സോറി ഫോർ ദാറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ ചെയ്യുന്ന വീഡിയോസ് മിക്കതും DIYs ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഇച്ചിരി ടൈം കൂടുതൽ വീഡിയോസിന് ആവശ്യമുണ്ട്. അതുകൂടെ കൊണ്ടാണ് വീഡിയോ ഇച്ചിരി ലേറ്റ് ആവുന്നത്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും വേഗത്തിൽ ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ സ്ട്രട്ട് മൗണ്ട്സിനെ കുറിച്ചാണ്. ഈ ബീറ്റിന് ഇതിൻ്റെ റൈറ്റ് സൈഡ് സ്ട്രട്ടിൽ നിന്ന് ചെറിയൊരു അടി പോലൊരു സൗണ്ട് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു സൗണ്ട് കേട്ട് എന്ന് വെച്ച് നമുക്കത് സ്ട്രട്ടിൻ്റെ തന്നെയാണെന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. അത് വേണമെങ്കിൽ ബോൾ ജോയിൻ്റ് ആവാം, അല്ലെങ്കിൽ കാലിപ്പറിൻ്റെ ഗൈഡ് പിൻസ് ഡാമേജ് ആവേണ്ടതാവാം, അങ്ങനെ വേറെ എന്തുകളാവാം. ഇവിടെ ഈ കേസിൽ ഇത് സ്ട്രട്ട് മൗണ്ട്സിൻ്റെ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം സസ്പെൻഷൻ്റെ ബാക്കിയെല്ലാം കമ്പോൺസ് ഞാൻ ചെക്ക് ചെയ്തു. മാത്രമല്ല അത് റീപ്ലേസ് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. സോ ആ ഒരു ഭാഗത്ത് നിന്ന് സൗണ്ട് വരാനുള്ള ചാൻസ് ഒന്നുമില്ല. അതുപോലെ ഞാൻ ഈ സ്ട്രട്ട് മൗണ്ട്സ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ടാണ് ഇത് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് ഒരു ഡാമേജ് ആയ സ്ട്രട്ട് മൗണ്ട്സിൻ്റെ സിംറ്റംസ് നോക്കാം. ക്ലങ്കിങ് നോയ്സ്, അതായത് നിങ്ങൾ ഗട്ടറിൽ കൂടെ ഓടിക്കുമ്പോൾ എന്തെങ്കിലും കുടുങ്ങുന്ന പോലെയോ ഏതെങ്കിലും രണ്ട് മെറ്റൽ പാർട്സ് തമ്മിൽ തട്ടുന്ന പോലെയോ ഒക്കെ തോന്നുന്നൊരു സൗണ്ട്. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് നല്ല ടൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ മൗണ്ടിനകത്ത് വരുന്ന ബെയറിംഗ് പോകുമ്പോഴാണ്. പക്ഷേ ഇത് എല്ലാ കേസിലും കാണിക്കണമെന്നില്ല. മൂന്നാമതെന്ന് പറയുന്നത് വൈബ്രേഷൻസ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൽ നിന്നുള്ള വൈബ്രേഷൻ വണ്ടിയുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യും. അത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ടയർ നല്ലോണം വെട്ടിത്തേയും. ഇതും എല്ലാ കേസിലും കാണിക്കുമെന്നൊന്നുമില്ല. മൗണ്ട് നല്ലതുപോലെ ഡാമേജ് ആവുന്ന കേസിൽ മാത്രമേ ടയർ വെട്ടിത്തേയത്തുള്ളൂ. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടയർ ഈ ഒരു ഇഷ്യൂ കൊണ്ട് മാത്രം വെട്ടിത്തേയില്ല. സസ്പെൻഷൻ്റെ വേറെ പാർട്സിന് ഇഷ്യൂ ഉണ്ടെങ്കിലും അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിലും ടയർ വെട്ടിത്തേയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ട ടൂൾസ് എന്ന് പറയുന്നത് റിംഗ് സ്പാനേഴ്സ്, ഒരു ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സോക്കറ്റ്സും അതിൻ്റെ ഹാൻഡിലും, ഒരു കോയിൽ സ്പ്രിംഗ് കംപ്രസർ, ഒരു മെറ്റൽ വെയർ ബ്രഷ്, ത്രെഡ് ലോക്കർ, ഒരു റാച്ചറ്റ് ആൻഡ് ഫൈനലി ഒരു ജാക്കും ജാക്ക് സ്റ്റാൻഡ്സും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഒരു സ്ട്രട്ട് മൗണ്ട് റീപ്ലേസ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായി നമ്മുടെ കാറിൻ്റെ റിയർ വീൽ ഒരു തടിയോ എന്തെങ്കിലും വെച്ചൊന്ന് ചോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ലെഗ് നട്ട്സ് 4 ഒന്ന് ലൂസ് ചെയ്യുക. നമുക്കിനി വണ്ടി പൊക്കി ജാക്ക് സ്റ്റാൻഡിൽ സപ്പോർട്ട് ചെയ്ത് വെക്കാം. വണ്ടി കംപ്ലീറ്റ് ആയിട്ട് പൊക്കി ജാക്ക് സ്റ്റാൻഡിൽ സേഫായിട്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഈ ലെഗ് നട്ട്സ് എല്ലാം ഇളക്കാം. നട്ട്സ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ടയർ ഇളക്കാം. ഇനി ഈ ഇളക്കിയ ടയർ നമുക്ക് ഈ വണ്ടിയുടെ അടിയിലോട്ട് നീക്കി വയ്ക്കാം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്ന് നമ്മുടെ ജാക്ക് സ്റ്റാൻഡ് എങ്ങാനും സ്ലിപ്പാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഡയറക്റ്റ് താഴെ വന്ന് വീഴാതെ ഈ ടയർ തട്ടി നിന്നോളൂ. അപ്പോൾ അതൊരു എക്സ്ട്രാ ലെയർ ഓഫ് സേഫ്റ്റിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്ട്രട്ട് എന്ന് പറയുന്നത്. ഈ സ്ട്രട്ടിൻ്റെ മുകളിലാണ് ഇതിൻ്റെ മൗണ്ട്. നമുക്കത് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല. ഈ സ്ട്രട്ട് ഇളക്കിയെടുത്താൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ. അപ്പോൾ ഈ സ്ട്രട്ട് ഇളക്കിയെടുക്കാനായിട്ട് നമുക്ക് ഈ സ്റ്റെബിലൈസർ ലിങ്കിൻ്റെ കണക്ഷനും ഈ സ്റ്റിയറിംഗ് നക്കളുടെ 2 ബോൾട്ടും ഇളക്കിയെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ കാലിപ്പർ ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കണം. കാലിപ്പർ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കാലിപ്പറിൻ്റെ ഫുൾ അസംബ്ലി, അതായത് കാലിപ്പറിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റ് സഹിതമാണ് നമുക്ക് അയച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ അയക്കാനായിട്ട് കാലിപ്പറിൻ്റെ ബാക്കിലുള്ള മൗണ്ടിങ് ബ്രാക്കറ്റിൻ്റെ 2 ബോൾട്ട്സ് അയച്ചാൽ മാത്രം മതി. മൗണ്ടിങ് ബ്രാക്കറ്റ്സിൻ്റെ ബോൾട്ട്സ് അയക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ബ്രേക്ക് ഹോസ് അതിൻ്റെ ഗൈഡിൽ നിന്ന് ഊരി മാറ്റണം. ഇനി നമുക്ക് ഈ ബോൾട്ട്സ് 2 റിമൂവ് ചെയ്യാം. എൻ്റെ കേസിൽ ഈ ബോൾട്ട് നല്ല ടൈറ്റാണ്. സാധാരണ ഈ ഒരു ചെറിയ ഹാൻഡിൽ വെച്ച് ഈ ഒരു ബോൾട്ട് അയച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് കൂടുതൽ ലിവറേജ് ആവശ്യമാണ്. അപ്പോൾ അതിനായി നിങ്ങൾക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ലോങ് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്രേക്കർ ബാർ യൂസ് ചെയ്യാം. ബോൾട്ട്സ് റിമൂവ് ചെയ്തതിന് ശേഷം കാലിപ്പർ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ ഒന്നുകിൽ നിങ്ങൾക്ക് കാലിപ്പർ സ്ട്രട്ടിൻ്റെ സ്പ്രിങ്ങിൽ ഒരു റോപ്പോ അല്ലെങ്കിൽ ഒരു ബഞ്ചിക്കോടോ യൂസ് ചെയ്ത് കെട്ടി വയ്ക്കാം. അതല്ല എങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒന്ന് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് കാലിപ്പർ എടുത്ത് വയ്ക്കാം. നിങ്ങൾ എന്ത് തന്നെ മെത്തേഡ് യൂസ് ചെയ്താലും ശരി, ആ ബ്രേക്കിൻ്റെ ഹോസിൽ സ്ട്രെസ് വരാത്ത രീതിയിൽ വേണം ഇത് വയ്ക്കാൻ. അപ്പോൾ നമുക്കിനി 2 കണക്ഷൻസ് ഈ സ്ട്രട്ടിൻ്റെ താഴത്തേക്കുള്ളത് അഴിക്കാനുള്ളൂ. ഒന്ന് നമ്മുടെ സ്റ്റെബിലൈസർ ലിങ്കിൻ്റെ കണക്ഷനും രണ്ടാമത്തെ നമ്മുടെ സ്റ്റിയറിംഗ് നക്കളുടെ കണക്ഷനും. ഇത് 2 ഊരിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്ട്രട്ടിൻ്റെ താഴത്തേക്കുള്ള കംപ്ലീറ്റ് കണക്ഷൻസും നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കാദ്യം നമ്മുടെ സ്റ്റെബിലൈസർ ലിങ്കിൻ്റെ കണക്ഷൻ റിമൂവ് ചെയ്യാം.
നമ്മളിപ്പോൾ സ്റ്റെബിലൈസറിനും കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അയക്കാനുള്ളത് ഈ സ്റ്റിയറിംഗ് നെക്കിലെ 2 ബോൾസാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വേഗം അയച്ചെടുക്കാം. സ്റ്റിയറിംഗ് നക്കിളിൻ്റെ ബോൾസ് രണ്ടും അയച്ചതിന് ശേഷം നമുക്ക് ഈ നക്കിൾ സ്റ്റാർട്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ സ്ട്രട്ടിൻ്റെ താഴത്തേക്കുള്ള കംപ്ലീറ്റ് കണക്ഷൻസ് റിമൂവ് ചെയ്തു. ഇനി നമുക്കുള്ളത് സ്ട്രട്ടിൻ്റെ മോൾ ഭാഗമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ വൈപ്പറും പാനൽസും എല്ലാം റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം റിമൂവ് ചെയ്താൽ മാത്രമേ എനിക്ക് ടൂൾസ് യൂസ് ചെയ്ത സ്പേസ് കിട്ടൂ. ഈ ഒരു സ്റ്റെപ്പ് എല്ലാ വണ്ടികൾക്കും ആവശ്യം വേണ്ടി വരത്തില്ല. കാരണം ഇത് ഒരുപാട് ടൈറ്റായിട്ട് കമ്പോണൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എഞ്ചിൻ ബേ ഉള്ള ഒരു വണ്ടിക്ക് മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് കാണിച്ച് നിങ്ങളുടെ സമയം വെറുതെ കളയുന്നില്ല. നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ഈ അയക്കാനുള്ളത് സ്ട്രട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബോൾട്ട് കൂടിയാണ്. ഇതുകൂടി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വേഗം അതും കൂടി ഒന്ന് അഴിക്കാം. നട്ടൊന്ന് ലൂസായി കഴിഞ്ഞാൽ സ്ട്രട്ട് താഴെ ഇളകി വീഴാതിരിക്കാൻ വേണ്ടി ഒരു കൈ കൊണ്ട് പിടിച്ചതിന് ശേഷം മാത്രമേ ഈ നട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കാവുള്ളൂ. കാരണം ഈ ഒരു നട്ടാണ് സ്ട്രട്ട് ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അവസാനത്തെ കണക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ട്രട്ടിൻ്റെ എല്ലാ കണക്ഷൻസും ഇപ്പോൾ റിമൂവ് ചെയ്തു. ഇനി നമുക്കിത് ഊരിയെടുക്കാം. നമുക്കിനി ചെയ്യാനുള്ളത് ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സ്പ്രിങ് കംപ്രസ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ മൗണ്ട് ബുഷ് ഇളക്കാൻ. ഈ മൗണ്ട് ബുഷിൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഓടുമ്പോഴുള്ള ടയറിൻ്റെ നോയ്സും വൈബ്രേഷൻസും എല്ലാം വണ്ടിയുടെ ബോഡിയിലേക്ക് പാസ് ചെയ്യാതെ ഇൻസുലേറ്റ് ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ ഈ മൗണ്ടിൻ്റെ അകത്തൊരു ബെയറിംഗ് കൂടി വരുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ മൗണ്ട് ബുഷ് മാറുന്നത് എന്ന് നോക്കാം. മൗണ്ട് ബുഷ് മാറാനായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കതിന് ഈ സ്പ്രിങ് കംപ്രസ് ചെയ്യണം. ഈ സ്പ്രിങ് കംപ്രസ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ടൂളിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് കോയിൽ സ്പ്രിങ് കംപ്രസർ. ഏകദേശം ഒരു 1800-2000 രൂപയ്ക്കകത്തൊക്കെ ഒരു നല്ല കോയിൽ സ്പ്രിങ് കംപ്രസർ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പക്ഷേ ഈ ഒരു ടൂൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ സ്പ്രിങ് കംപ്രസർ യൂസ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. കാരണം ഈ സ്പ്രിങ് കംപ്രസർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പറയാൻ നിന്നാൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഒരു കോയിൽ സ്പ്രിങ് കംപ്രസർ എങ്ങനെ സേഫായിട്ട് യൂസ് ചെയ്യാം എന്നതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ജോലി സ്വയം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ദയവായി ആ വീഡിയോ കൂടി ഒന്ന് കാണുക. അപ്പോൾ ഞാൻ ഇനി സ്പ്രിങ് ഒന്ന് കംപ്രസ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്പ്രിങ് നല്ലവണ്ണം കംപ്രസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മൗണ്ട് ബുഷ് ഇളക്കാം. സ്ട്രട്ടിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു നട്ട് കൂടി അഴിച്ചാൽ നമുക്ക് ഈ മൗണ്ട് ബുഷ് ഇളക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ വെറുതെ ഒരു സ്പാനർ മാത്രമായിട്ട് ഈ നട്ട് ഇളക്കാൻ ശ്രമിച്ചാൽ ഈ നട്ടും ഈ സ്ട്രട്ടിൻ്റെ ഷാഫ്റ്റും കൂടി മൊത്തത്തിൽ നിന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഈ നട്ട് അഴിക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ ഷാഫ്റ്റിനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് വേണം ഈ നട്ട് അഴിക്കാൻ. ഇവിടെ എൻ്റെ കേസിലൊരു T50 ടോർസ് ബിറ്റാണ് ഈ യൂസ് ചെയ്യേണ്ടത്. ഇത് വണ്ടികൾ മാറുന്നതനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. അപ്പം ചില വണ്ടികൾക്കാണെങ്കിൽ ഇതിപ്പം ഒരു ഹെക്സ് ബിറ്റ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി നട്ടൊന്ന് ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ മൗണ്ട് ബുഷ്. ഇത് നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ മൗണ്ട് ബുഷ്. രണ്ടും ഞാൻ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കാണുന്ന ബുഷിംഗ് മെറ്റീരിയലിൻ്റെ ഡിഫറൻസ് കണ്ടോ? ഇവിടെ ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് ഗട്ടറിലൊക്കെ വീഴുമ്പോൾ ഒരു അടിപൊളി സൗണ്ട് നമുക്ക് കേൾക്കുന്നത്. ഈ ഗ്യാപ്പ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം നമ്മൾ ഒരുപാട് ഗട്ടറിലൂടെ മറ്റേ ഓടി ആ ബുഷിംഗ് മെറ്റീരിയൽ തേഞ്ഞ് തീരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ പുതിയ ബുഷ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കാദ്യം ഈ മൗണ്ട് ബുഷ് സീറ്റ് ആവുന്ന സ്ഥലത്തെ പൊടിയും ഗ്രീസും എല്ലാം ഒരു നല്ല തുണിയോ മറ്റോ ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ഥലത്ത് കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്യണം. ഒരുപാട് വാരി വലിച്ചിടുകയൊന്നും വേണ്ട, കുറച്ച്. അതുപോലെ തന്നെ കുറച്ച് ഗ്രീസ് നമുക്ക് ഈ മൗണ്ടിൻ്റെ ബെയറിങ്ങിലും അപ്ലൈ ചെയ്യണം. ഗ്രീസ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്റ്റാർട്ടറിലേക്ക് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. എക്സസ് വന്ന ഗ്രീസ് തുടച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് മൗണ്ട് ബുഷിൻ്റെ നട്ടിടാം. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏത് ബോൾട്ടായാലും ഏത് നട്ടായാലും നിങ്ങൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ടൂൾ യൂസ് ചെയ്യാവുള്ളൂ. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ നട്ട് ക്രോസ് ത്രെഡ് ആവുന്നത് തടയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വർക്ക് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പഴയ മൗണ്ട് ബുഷ് നമ്മൾ റീപ്ലേസ് ചെയ്തു.
ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെറും സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്തതെല്ലാം ജസ്റ്റ് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വേഗം അതെല്ലാം കൂടി ചെയ്ത് ഈ വർക്ക് ഫിനിഷ് ചെയ്യാം. ആദ്യമായി സ്പ്രിങ് ഡീകംപ്രസ് ചെയ്യുക. സ്പ്രിങ് ഡീകംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രട്ട് വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ ഈ സ്ട്രട്ട് ടവറിൽ കറക്റ്റ് കയറ്റി അലൈൻ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലത്തെ മൗണ്ട് പ്ലേറ്റ് ഇടാം. ഞാനിവിടെ സ്ട്രട്ട് മൗണ്ട് വാങ്ങിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഒരു പുതിയ മൗണ്ട് പ്ലേറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ പഴയത് റീയൂസ് ചെയ്തതിന് പകരം പുതിയതാണ് ഇടുന്നത്. മൗണ്ട് പ്ലേറ്റ് ഇട്ടതിന് ശേഷം അതിന് നട്ട് കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്യണം. ഈ സ്ട്രട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഈ സ്ട്രട്ടിൻ്റെ താഴത്തെ എല്ലാ കണക്ഷൻസും ഇൻസ്റ്റാൾ ചെയ്ത് ടോർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ മുകളിലത്തെ ബോൾട്ട് ടോർക്ക് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ മുകളിലത്തെ നട്ട് നമ്മുടെ സ്ട്രട്ടിനെ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താഴത്തെ സ്റ്റിയറിംഗ് നക്കിളും സ്റ്റെബിലൈസർ ലിങ്കും എല്ലാം കണക്ട് ചെയ്യാം. ഈ ബോൾട്സ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ത്രെഡ്സ് എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും മണ്ണോ പൊടിയോ എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ത്രെഡെല്ലാം ഡാമേജ് ആയി പോകും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്റ്റെപ്പാണ്, ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്. ബോൾട്സ് ഇട്ടതിന് ശേഷം ബോൾട്സിൻ്റെ ത്രെഡ്സിൽ കുറച്ച് മീഡിയം സ്ട്രെങ്ത് ത്രെഡ് ലോക്കർ കൂടി അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നട്ടിടാം. ഇതേ സ്റ്റെപ്സ് തന്നെ മുകളിലത്തെ ബോൾട്ടിനും ചെയ്യണം. ത്രെഡ് ലോക്കർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓടുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷനും മറ്റും മൂലം ഈ നട്ടും ബോൾട്ടും ഒന്ന് ലൂസാവാതിരിക്കാൻ വേണ്ടിയാണ് ത്രെഡ് ലോക്കർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യാം. ഈ ബോൾട്ട് ടോർക്ക് ചെയ്യേണ്ടത് 65 to 70 ഫുട്ട് പൗണ്ട്സിലാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ടോർക്ക് റേഞ്ച് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ടോർക്ക് മാത്രം പറഞ്ഞു പോകുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് സ്റ്റെബിലൈസർ ലിങ്കിൻ്റെ കണക്ഷനാണ്. സ്റ്റെബിലൈസർ ലിങ്ക് സ്ട്രട്ടിലേക്ക് കറക്റ്റ് അലൈൻ ചെയ്ത് കയറ്റിയതിന് ശേഷം അതിൻ്റെ ത്രെഡിൽ കുറച്ച് ത്രെഡ് ലോക്കർ കൂടി അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്കിത് നട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഈ ബോൾട്ട് ടോർക്ക് ചെയ്യേണ്ടത് 40 to 45 ഫുട്ട് പൗണ്ട്സിലാണ്. നമുക്കിനി നമ്മൾ ആദ്യം ഇളക്കി വെച്ച് നമ്മുടെ ബ്രേക്ക് കാലിപ്പർ റീഇൻസ്റ്റാൾ ചെയ്യണം. ബ്രേക്ക് കാലിപ്പർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റ്സിൻ്റെ ബോൾസിൽ കുറച്ച് ത്രെഡ് ലോക്കർ കൂടി അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് കാലിപ്പർ ഇൻസ്റ്റാൾ ചെയ്യാം. കാലിപ്പറിൻ്റെ മൗണ്ടിങ് ബ്രാക്കറ്റ് ടോർക്ക് ചെയ്യേണ്ടത് 80 ഫുട്ട് പൗണ്ട്സിലാണ്. അതുപോലെ നമ്മുടെ ബ്രേക്ക് ഹോസിൻ്റെ ലൈൻ അതിൻ്റെ ഗൈഡിലേക്ക് കയറ്റി വയ്ക്കാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ താഴത്തെ വർക്ക്സ് എല്ലാം കഴിഞ്ഞു. ഇനി ആകെയുള്ള ഒരേ ഒരു വർക്ക് നമ്മുടെ മുകളിലത്തെ ആ നട്ട് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി അതുകൂടി ടൈറ്റ് ചെയ്യാം. സ്ട്രട്ട് മൗണ്ടിൻ്റെ ബോൾസ് ടോർക്ക് ചെയ്യേണ്ടത് 30 to 41 ഫുട്ട് പൗണ്ട്സിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ളത് നമ്മുടെ വീൽ കൂടി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ലെക്ടേഴ്സ് നമുക്ക് ടോർക്ക് ചെയ്യേണ്ടത് 80 to 90 ഫുട്ട് പൗണ്ട്സിലാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നെപ്പോലുള്ള DIYേഴ്സിന് ഈ വീഡിയോ സഹായകമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇനി ഒരു DIYർ അല്ലെങ്കിൽ കൂടി സ്ട്രട്ട് മൗണ്ട് എന്താണെന്നും അതെങ്ങനെ റീപ്ലേസ് ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.